ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ സെൻറ്റൻസസ് 1 by 1 ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അവൾ വേഗം തൻ്റെ ജോലി പൂർത്തിയാക്കി. ഷീ ഫിനിഷ്ഡ് ഹെർ വർക്ക് ക്വിക്ക്ലി. പൂർത്തിയാക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫിനിഷ്. പൂർത്തിയാക്കി, ഫിനിഷ്ഡ്. ജോലി, വർക്ക്. പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തിൽ, ക്വിക്ക്ലി. ഷീ ഫിനിഷ്ഡ് ഹെർ വർക്ക് ക്വിക്ക്ലി. അവൾ വേഗം തന്നെ ജോലി പൂർത്തിയാക്കി. നിങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കേണ്ടതില്ല. ഇതൊരു മത്സരമല്ല. യു ഡോണ്ട് നീഡ് ടു ഈറ്റ് സോ ക്വിക്ക്ലി. ഇറ്റ്സ് നോട്ട് എ കോമ്പറ്റീഷൻ. പെട്ടെന്ന് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ക്വിക്ക്ലി. കഴിക്കുക, ഈറ്റ്. മത്സരം, കോമ്പറ്റീഷൻ. യു ഡോണ്ട് നീഡ് ടു ഈറ്റ് സോ ക്വിക്ക്ലി. ഇറ്റ്സ് നോട്ട് എ കോമ്പറ്റീഷൻ. നിങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കേണ്ടതില്ല. ഇതൊരു മത്സരമല്ല. അവൾ പറയുന്നത് സത്യമല്ലെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. He quickly realized that she wasn't telling the truth. പറയുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടെൽ. സത്യം, ട്രൂത്ത്. പെട്ടെന്ന്, ക്വിക്ക്ലി. മനസ്സിലാകുക, റിയലൈസ്. He quickly realized that she wasn't telling the truth. അവൾ പറയുന്നത് സത്യമല്ലെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കേണ്ടതുണ്ട്. The problem needs to be solved as quickly as possible. പ്രശ്നം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രോബ്ലം. പരിഹരിക്കുക, സോൾവ്. എത്രയും പെട്ടെന്ന്, ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ദ പ്രോബ്ലം നീഡ്സ് ടു ബി സോൾവ്ഡ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കേണ്ടതുണ്ട്. ഉടൻ തന്നെ പോലീസ് പ്രദേശം അടച്ചു. ദ പോലീസ് ക്വിക്ക്ലി ക്ലോസ്ഡ് ഓഫ് ദ ഏരിയ. ഉടൻ തന്നെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ക്വിക്ക്ലി. അടയ്ക്കുക, ക്ലോസ്. പ്രദേശം, ഏരിയ. The police quickly closed off the area. ഉടൻ തന്നെ പോലീസ് പ്രദേശം അടച്ചു. അവൻ മെല്ലെ വാതിലിനടുത്തേക്ക് നടന്നു. He walked slowly towards the door. മെല്ലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്ലോലി. അടുത്തേക്ക്, towards. വാതിൽ, ഡോർ. നടക്കുക, walk. He walked slowly towards the door. അവൻ മെല്ലെ വാതിലിനടുത്തേക്ക് നടന്നു. ദയവായി കുറച്ചുകൂടി പതുക്കെ സംസാരിക്കാമോ? Could you please speak more slowly? ദയവായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലീസ്. സംസാരിക്കുക, സ്പീക്ക്. പതുക്കെ, സ്ലോലി. കുറച്ചുകൂടി പതുക്കെ, മോർ സ്ലോലി. Could you please speak more slowly? ദയവായി കുറച്ചുകൂടി പതുക്കെ സംസാരിക്കാമോ? ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മെല്ലെ വാതിലിലേക്ക് നടന്നു. I got out of bed and walked slowly to the door. കട്ടിൽ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബെഡ്. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ്, ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്. മെല്ലെ, സ്ലോലി. നടക്കുക, വാക്ക്. വാതിലിലേക്ക്, ടു ദ ഡോർ. ഐ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് ആൻഡ് വാക്ക് സ്ലോലി ടു ദ ഡോർ. ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മെല്ലെ വാതിലിലേക്ക് നടന്നു. അവർ കാട്ടിലൂടെ പതുക്കെ നടന്നു. ദേ വാക്ക് സ്ലോലി ത്രൂ ദ വുഡ്സ്. നടക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വാക്ക്. പതുക്കെ, സ്ലോലി. കാട്ടിലൂടെ, ത്രൂ ദ വുഡ്സ്. ദേ വാക്ക്ഡ് സ്ലോലി ത്രൂ ദ വുഡ്സ്. അവർ കാട്ടിലൂടെ പതുക്കെ നടന്നു. അവളുടെ ആരോഗ്യനില മെല്ലെ മെച്ചപ്പെടുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ദ ഹോസ്പിറ്റൽ സേസ് ഹെർ കണ്ടീഷൻ ഈസ് ഇംപ്രൂവിംഗ് സ്ലോലി. പറയുക, അറിയിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സേ. ആരോഗ്യനില, കണ്ടീഷൻ. മെച്ചപ്പെടുക, ഇംപ്രൂവ്. മെല്ലെ, സ്ലോലി. The hospital says her condition is improving slowly. അവളുടെ ആരോഗ്യനില മെല്ലെ മെച്ചപ്പെടുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. പ്രസംഗകൻ സദസ്സിനോട് ഉച്ചത്തിൽ സംസാരിച്ചു. The speaker spoke loudly to the audience. പ്രസംഗകൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്പീക്കർ. സംസാരിക്കുക, സ്പീക്ക്. സംസാരിച്ചു, സ്പോക്ക്. ഉച്ചത്തിൽ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലൗഡ്ലി. സദസ്സ്, ഓഡിയൻസ്. The speaker spoke loudly to the audience. പ്രസംഗകൻ സദസ്സിനോട് ഉച്ചത്തിൽ സംസാരിച്ചു. അവൻ ജനലിൽ ഉറക്കെ മുട്ടി. He knocked loudly on the window. ജനൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വിൻഡോ. ഉറക്കെ, ലൗഡ്ലി. മുട്ടുക, നോക്ക്. He knocked loudly on the window. അവൻ ജനലിൽ ഉറക്കെ മുട്ടി. അവൾ വളരെ ഉച്ചത്തിൽ സംസാരിച്ചു. She spoke very loudly. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി. ഉച്ചത്തിൽ, ലൗഡ്ലി.
വളരെ ഉച്ചത്തിൽ, വെരി ലൗഡ്ലി. സംസാരിക്കുക, സ്പീക്ക്. സംസാരിച്ചു, സ്പോക്ക്. ഷീ സ്പോക്ക് വെരി ലൗഡ്ലി. അവൾ വളരെ ഉച്ചത്തിൽ സംസാരിച്ചു. അവൻ്റെ വയറ്റിൽ ഉച്ചത്തിൽ മുരണ്ടു. ഹിസ് സ്റ്റൊമക് ഗ്രൗൾഡ് ലൗഡ്ലി. വയറ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റൊമക്. ഉച്ചത്തിൽ, ലൗഡ്ലി. മുരളുക, ഗ്രൗൾ. ഹിസ് സ്റ്റൊമക് ഗ്രൗൾഡ് ലൗഡ്ലി. അവൻ്റെ വയറ്റിൽ ഉച്ചത്തിൽ മുരണ്ടു. തൊഴിലില്ലായ്മയെക്കുറിച്ച് അവർ ഉറക്കെ പരാതിപ്പെടുന്നു. ദേ ലൗഡ്ലി കംപ്ലൈൻ അബൌട്ട് ദ ലാക്ക് ഓഫ് ജോബ്സ്. തൊഴിലില്ലായ്മ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലാക്ക് ഓഫ് ജോബ്സ്. ഉറക്കെ, ലൗഡ്ലി. പരാതിപ്പെടുക, കംപ്ലൈൻ. ദേ ലൗഡ്ലി കംപ്ലൈൻ അബൌട്ട് ദ ലാക്ക് ഓഫ് ജോബ്സ്. തൊഴിലില്ലായ്മയെക്കുറിച്ച് അവർ ഉറക്കെ പരാതിപ്പെടുന്നു. അവൾ പതിയെ ശബ്ദമുണ്ടാക്കാതെ വീടിനുള്ളിലൂടെ നടന്നു. ഷീ ടിപ്പ് ടോയ്ഡ് സൈലന്റ്ലി ത്രൂ ദ ഹൗസ്. ശബ്ദമുണ്ടാക്കാതെ പാദാഗ്രമൂന്നി നടക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടിപ്പ് ടോ. പതിയെ, സൈലന്റ്ലി. വീടിനുള്ളിലൂടെ, ത്രൂ ദ ഹൗസ്. ഷീ ടിപ്പ് ടോയ്ഡ് സൈലന്റ്ലി ത്രൂ ദ ഹൗസ്. അവൾ പതിയെ ശബ്ദമുണ്ടാക്കാതെ വീടിനുള്ളിലൂടെ നടന്നു. മറ്റു കുടുംബാംഗങ്ങൾ കോടതി മുറിയിൽ നിശബ്ദരായി ഇരുന്നു. അതർ ഫാമിലി മെമ്പേഴ്സ് സാറ്റ് സൈലന്റ്ലി ഇൻ ദ കോർട്ട് റൂം. കുടുംബാംഗങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫാമിലി മെമ്പേഴ്സ്. മറ്റു കുടുംബാംഗങ്ങൾ, അതർ ഫാമിലി മെമ്പേഴ്സ്. കോടതി മുറി, കോർട്ട് റൂം. നിശബ്ദരായി, സൈലന്റ്ലി. ഇരിക്കുക, സിറ്റ്. ഇരുന്നു, സാറ്റ്. അതർ ഫാമിലി മെമ്പേഴ്സ് സാറ്റ് സൈലന്റ്ലി ഇൻ ദ കോർട്ട് റൂം. മറ്റു കുടുംബാംഗങ്ങൾ കോടതി മുറിയിൽ നിശബ്ദരായി ഇരുന്നു. വന്നവരെയും പോകുന്നവരെയും ഒന്നും മിണ്ടാതെ അവർ നോക്കി നിന്നു. സൈലന്റ്ലി ദേ വാച്ച്ഡ് ഹൂ കെയിം ആൻഡ് വെന്റ്. വരിക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കം. വന്നു, കെയിം. പോകുക, ഗോ. പോയി, വെന്റ്. ഒന്നും മിണ്ടാതെ, സൈലന്റ്ലി. നോക്കുക, വാച്ച്. സൈലന്റ്ലി ദേ വാച്ച്ഡ് ഹൂ കെയിം ആൻഡ് വെന്റ്. വന്നവരെയും പോകുന്നവരെയും ഒന്നും മിണ്ടാതെ അവർ നോക്കി നിന്നു. പ്രകടമാകുന്നതിനു മുമ്പ് 20-30 വർഷത്തേക്ക് രോഗം നിശ്ചലമായിരിക്കാം, അല്ലെങ്കിൽ നിശബ്ദമായി വികസിക്കാമെന്ന് അവർ ഊന്നിപ്പറയുന്നു. ദേ ഡിക്ലെയർ ദാറ്റ് ദ ഡിസീസ് മേ ബി ഡോർമെന്റ് ഓർ ഡെവലപ്പ് സൈലന്റ്ലി ഫോർ 20 or 30 years ബിഫോർ മാനിഫെസ്റ്റിംഗ്. പ്രകടമാകുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മാനിഫെസ്റ്റ്. 20-30 വർഷത്തേക്ക്, ഫോർ 20 or 30 years. രോഗം, ഡിസീസ്. നിശ്ചലമായിരിക്കുക, ഡോർമെന്റ്. നിശബ്ദമായി, സൈലന്റ്ലി. വികസിക്കുക, ഡെവലപ്പ്. നിശബ്ദമായി വികസിക്കുക, ഡെവലപ്പ് സൈലന്റ്ലി. ഊന്നി പറയുക, ഡിക്ലെയർ. ദേ ഡിക്ലെയർ ദാറ്റ് ദ ഡിസീസ് മേ ബി ഡോർമെന്റ് ഓർ ഡെവലപ്പ് സൈലന്റ്ലി ഫോർ 20 or 30 years ബിഫോർ മാനിഫെസ്റ്റിംഗ്. പ്രകടമാകുന്നതിന് മുമ്പ് 20-30 വർഷത്തേക്ക് രോഗം നിശ്ചലമായിരിക്കാം, അല്ലെങ്കിൽ നിശബ്ദമായി വികസിക്കാമെന്ന് അവർ ഊന്നിപ്പറയുന്നു. ഞങ്ങളെല്ലാവരും ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. വി ഓൾ എയ്റ്റ് സൈലന്റ്ലി. ഭക്ഷണം കഴിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഈറ്റ്. ഭക്ഷണം കഴിച്ചു, എയ്റ്റ്. ഒന്നും മിണ്ടാതെ, സൈലന്റ്ലി. വി ഓൾ എയ്റ്റ് സൈലന്റ്ലി. ഞങ്ങളെല്ലാവരും ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. താനാണ് മുഴുവൻ കള്ളക്കഥയും ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ലജ്ജയോടെ സമ്മതിച്ചു. ഹി ഷെയിംഫേസ്ലി കൺഫസ്ഡ് ദാറ്റ് ഹി ഹാഡ് ഇൻവെന്റഡ് ദ ഹോൾ സ്റ്റോറി. കള്ളക്കഥ ഉണ്ടാക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇൻവെന്റ്. ലജ്ജയോടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഷെയിംഫേസ്ലി. സമ്മതിക്കുക, കൺഫസ്. സമ്മതിച്ചു, കൺഫസ്ഡ്. ഹി ഷെയിംഫേസ്ലി കൺഫസ്ഡ് ദാറ്റ് ഹി ഹാഡ് ഇൻവെന്റഡ് ദ ഹോൾ സ്റ്റോറി. താനാണ് മുഴുവൻ കള്ളക്കഥ ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ലജ്ജയോടെ സമ്മതിച്ചു. അവൻ ഗ്ലാസ് കൈകൾക്കിടയിൽ പിടിച്ച് നാണം കെട്ട് അതിലേക്ക് നോക്കി. ഹി ഹെൽഡ് ദ ഗ്ലാസ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് സ്റ്റെയറിംഗ് ഷെയിംഫേസ്ലി ഡൗൺ അറ്റ് ഇറ്റ്. പിടിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹോൾഡ്. പിടിച്ചു, ഹെൽഡ്. കൈകൾക്കിടയിൽ, ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്. നോക്കുക, സ്റ്റെയർ. നാണം കെട്ട്, ഷെയിംഫേസ്ലി. ഹി ഹെൽഡ് ദ ഗ്ലാസ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് സ്റ്റെയറിംഗ് ഷെയിംഫേസ്ലി ഡൗൺ അറ്റ് ഇറ്റ്. അവൻ ഗ്ലാസ് കൈകൾക്കിടയിൽ പിടിച്ച് നാണം കെട്ട് അതിലേക്ക് നോക്കി. അവൻ നാണത്തോടെ ചിരിച്ചു. ഹി സ്മൈൽഡ് ഷെയിംഫേസ്ലി. നാണത്തോടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഷെയിംഫേസ്ലി. ചിരിക്കുക, സ്മൈൽ. ചിരിച്ചു, സ്മൈൽഡ്. ഹി സ്മൈൽഡ് ഷെയിംഫേസ്ലി. അവൻ നാണത്തോടെ ചിരിച്ചു. അവൻ വാതിലുകളുടെ പൂട്ട് തുറന്ന് അവരെ ലജ്ജാകരമായി നോക്കി. ഹി അൺലോക്ക് ദ ഡോസ് ആൻഡ് വാച്ച് ദം ഷെയിംഫേസ്ലി. വാതിലുകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡോസ്.
വാതിലുകളുടെ പൂട്ട് തുറന്ന്, അൺലോക്ക് ദ ഡോർസ്. പൂട്ട് തുറക്കുക, അൺലോക്ക്. നോക്കുക, വാച്ച്. ലജ്ജാകരമായി, ഷെയിംഫേസ്ഡ്ലി. ഹി അൺലോക്ക് ദ ഡോർസ് ആൻഡ് വാച്ച് ദം ഷെയിംഫേസ്ഡ്ലി. അവൻ വാതിലുകളുടെ പൂട്ട് തുറന്ന് അവരെ ലജ്ജാകരമായി നോക്കി. തൻ്റെ അറസ്റ്റ് വാർത്തയിൽ സംപ്രേഷണം ചെയ്തതിന് ശേഷം പിതാവ് ലജ്ജയോടെ തൻ്റെ കുടുംബത്തോട് അദ്ദേഹത്തിനെതിരെ വഞ്ചനാകുറ്റം ചുമത്തിയതായി സമ്മതിച്ചു. After his arrest was broadcast on the news, the father shamefacedly admitted to his family that he had been charged with embezzlement. വാർത്ത എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂസ്. സംപ്രേഷണം ചെയ്യുക, ബ്രോഡ്കാസ്റ്റ്. ശേഷം, ആഫ്റ്റർ. പിതാവ്, ഫാദർ. ലജ്ജയോടെ, ഷെയിംഫേസ്ഡ്ലി. കുടുംബം, ഫാമിലി. വഞ്ചനാകുറ്റം, ഇംബെസിൽമെൻറ്റ്. ചുമത്തുക, ചാർജ്. സമ്മതിക്കുക, അഡ്മിറ്റ്. സമ്മതിച്ചു, അഡ്മിറ്റഡ്. After his arrest was broadcast on the news, the father shamefacedly admitted to his family that he had been charged with embezzlement. തൻ്റെ അറസ്റ്റ് വാർത്തയിൽ സംപ്രേഷണം ചെയ്തതിന് ശേഷം പിതാവ് ലജ്ജയോടെ തൻ്റെ കുടുംബത്തോട് അദ്ദേഹത്തിനെതിരെ വഞ്ചനാകുറ്റം ചുമത്തിയതായി സമ്മതിച്ചു. പതിറ്റാണ്ടുകളായി ഡയറ്റ് പുസ്തകങ്ങൾ വൻതോതിൽ വിറ്റഴിക്കപ്പെടുന്നു. ഡയറ്റ് ബുക്സ് ഹാവ് ബീൻ സെല്ലിംഗ് briskly for decades. പതിറ്റാണ്ടുകളായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡിക്കേഡ്സ്. ഡയറ്റ് പുസ്തകങ്ങൾ, ഡയറ്റ് ബുക്സ്. വൻതോതിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബ്രിസ്ക്ലി. വിറ്റഴിക്കുക, സെൽ. ഡയറ്റ് ബുക്സ് ഹാവ് ബീൻ സെല്ലിംഗ് ബ്രിസ്ക്ലി ഫോർ ഡിക്കേഡ്സ്. പതിറ്റാണ്ടുകളായി ഡയറ്റ് പുസ്തകങ്ങൾ വൻതോതിൽ വിറ്റഴിക്കപ്പെടുന്നു. ഞങ്ങൾ പാർക്കിലൂടെ വളരെ വേഗത്തിൽ നടന്നു. വി വാക്ക്ഡ് ബ്രിസ്ക്ലി ത്രൂ ദ പാർക്ക്. പാർക്കിലൂടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ത്രൂ ദ പാർക്ക്. നടക്കുക, വാക്ക്. വളരെ വേഗത്തിൽ, ബ്രിസ്ക്ലി. വി വാക്ക്ഡ് ബ്രിസ്ക്ലി ത്രൂ ദ പാർക്ക്. ഞങ്ങൾ പാർക്കിലൂടെ വളരെ വേഗത്തിൽ നടന്നു. ഞാൻ പൊതുവെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ട്. ഐ ജനറലി സ്റ്റേ അവേ ഫ്രം സോഷ്യൽ മീഡിയ. പൊതുവെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ജനറലി. വിട്ടു നിൽക്കുക, സ്റ്റേ അവേ. ഐ ജനറലി സ്റ്റേ അവേ ഫ്രം സോഷ്യൽ മീഡിയ. ഞാൻ പൊതുവെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ട്. തുടർച്ചയായ തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കാൻ അവർ വിമുഖത കാണിക്കുന്നു. ദേ അപ്പിയർ റിലക്റ്റന്റ് ടു ലേൺ ലെസൺസ് ഫ്രം ദ കണ്ടിന്യൂയിങ് സെറ്റ്ബാക്സ്. തുടർച്ചയായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കണ്ടിന്യൂയിങ്. തിരിച്ചടികൾ, സെറ്റ്ബാക്സ്. പാഠങ്ങൾ, ലെസൺസ്. പഠിക്കുക, ലേൺ. വിമുഖത, റിലക്റ്റന്റ്. They appear reluctant to learn lessons from the continuing setbacks. തുടർച്ചയായ തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കാൻ അവർ വിമുഖത കാണിക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് റോഡരികിലെ കനാലിലേക്ക് വീണു. In the impact of the hit, the bike fell into a canal beside the road. ഇടി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹിറ്റ്. ആഘാതം, ഇമ്പാക്റ്റ്. ഇടിയുടെ ആഘാതത്തിൽ, ഇൻ ദ ഇമ്പാക്ട് ഓഫ് ദ ഹിറ്റ്. റോഡ് അരികിലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബിസൈഡ് ദ റോഡ്. വീഴുക, ഫോൾ. വീണു, ഫെൽ. ഇൻ ദ ഇമ്പാക്ട് ഓഫ് ദ ഹിറ്റ്, ദ ബൈക്ക് ഫെൽ ഇൻ ടു എ കനാൽ ബിസൈഡ് ദ റോഡ്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് റോഡരികിലെ കനാലിലേക്ക് വീണു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ അട്ടിമറിക്കുന്നതിന് അയാൾക്ക് ധാരാളം പണം ലഭിച്ചു. ഹി റിസീവ്ഡ് എ ലോട്ട് ഓഫ് മണി ടു സബാറ്റാഷ് ദ ഓൺഗോയിങ് പ്രോജക്ട്സ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഓൺഗോയിങ്. പദ്ധതികൾ, പ്രോജക്ട്സ്. അട്ടിമറിക്കുക, സബാറ്റാഷ്. ധാരാളം, എ ലോട്ട്. പണം, മണി. ലഭിക്കുക, റിസീവ്. ലഭിച്ചു, റിസീവ്ഡ്. ഹി റിസീവ്ഡ് എ ലോട്ട് ഓഫ് മണി ടു സബാറ്റാഷ് ദ ഓൺഗോയിങ് പ്രോജക്ട്സ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ അട്ടിമറിക്കുന്നതിന് അയാൾക്ക് ധാരാളം പണം ലഭിച്ചു. ചിത്രത്തിന് പൊതുജനങ്ങളിൽ നിന്നും നിരൂപകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. The movie earned mixed reviews from the public and critics. ചിത്രം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മൂവി. പൊതുജനങ്ങൾ, പബ്ലിക്. നിരൂപകർ, ക്രിറ്റിക്സ്. സമ്മിശ്ര പ്രതികരണം, മിക്സഡ് റിവ്യൂസ്. പ്രതികരണം, റിവ്യൂ. ലഭിക്കുക, ഏൺ. The movie earned mixed reviews from the public and critics. ചിത്രത്തിന് പൊതുജനങ്ങളിൽ നിന്നും നിരൂപകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ അമ്പരപ്പിക്കുന്ന സംഭവ വികാസത്തിൽ വരും ദിവസങ്ങളിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഒരു നടൻ. ഇൻ എ സർപ്രൈസിംഗ് ഡെവലപ്മെന്റ് ഇൻ ദ സ്റ്റേറ്റ് പൊളിറ്റിക്സ്,
An actor is preparing to register his party in the coming days. സംസ്ഥാനം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റേറ്റ്. രാഷ്ട്രീയം, പൊളിറ്റിക്സ്. സംസ്ഥാന രാഷ്ട്രീയം, സ്റ്റേറ്റ് പൊളിറ്റിക്സ്. അമ്പരപ്പിക്കുന്ന, സർപ്രൈസിങ്. സംഭവ വികാസം, ഡെവലപ്മെൻറ്റ്. വരും ദിനങ്ങളിൽ, ഇൻ കമ്മിങ് ഡേയ്സ്. ഒരുങ്ങുക, പ്രിപ്പയർ. നടൻ, ആക്ടർ. ഇൻ എ സർപ്രൈസിംഗ് ഡെവലപ്മെൻറ്റ് ഇൻ ദ സ്റ്റേറ്റ് പൊളിറ്റിക്സ്, an actor is preparing to register his party in the coming days. സംസ്ഥാന രാഷ്ട്രീയത്തിലെ അമ്പരപ്പിക്കുന്ന സംഭവ വികാസത്തിൽ വരും ദിവസങ്ങളിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഒരു നടൻ. അവൻ്റെ സുഹൃത്ത് മുന്നോട്ട് വരികയും പിഴ അടയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഹിസ് ഫ്രണ്ട് സ്റ്റെപ്ഡ് ഇൻ ആൻഡ് ഓഫേർഡ് ടു പേ ദ ഫൈൻ. സുഹൃത്ത് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രണ്ട്. മുന്നോട്ട് വരിക അല്ലെങ്കിൽ ഇടപെടുക, സ്റ്റെപ്പ് ഇൻ. വാഗ്ദാനം ചെയ്യുക, ഓഫർ. പിഴ, ഫൈൻ. അടയ്ക്കുക, പേ. ഹിസ് ഫ്രണ്ട് സ്റ്റെപ്ഡ് ഇൻ ആൻഡ് ഓഫേർഡ് ടു പേ ദ ഫൈൻ. അവൻ്റെ സുഹൃത്ത് മുന്നോട്ട് വരികയും പിഴ അടയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നിർഭാഗ്യകരമായ ഒരു സംഭവത്തിൽ ഒരു പ്രമുഖ വ്യക്തി അപകടത്തിൽ മരിച്ചു. ഇൻ ആൻ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് എ പ്രോമിനൻറ്റ് പേഴ്സൺ ഡൈഡ് ഇൻ ആൻ ആക്സിഡൻറ്റ്. നിർഭാഗ്യകരമായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അൺഫോർച്ചുനേറ്റ്. സംഭവം, ഇൻസിഡൻറ്റ്. പ്രമുഖ വ്യക്തി, പ്രോമിനൻറ്റ് പേഴ്സൺ. മരിക്കുക, ഡൈ. മരിച്ചു, ഡൈഡ്. അപകടം, ആക്സിഡൻറ്റ്. ഇൻ ആൻ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് എ പ്രോമിനൻറ്റ് പേഴ്സൺ ഡൈഡ് ഇൻ ആൻ ആക്സിഡൻറ്റ്. നിർഭാഗ്യകരമായ ഒരു സംഭവത്തിൽ ഒരു പ്രമുഖ വ്യക്തി അപകടത്തിൽ മരിച്ചു. പകൽ വെളിച്ചം പോലെ വ്യക്തമാണെങ്കിലും നിലവിലുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം മാത്രമാണ് ഒരു പൊതുശബ്ദം. Although it appears as clear as daylight, he is the only public voice to point out the ongoing crisis. പകൽ വെളിച്ചം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡേലൈറ്റ്. വ്യക്തം, ക്ലിയർ. പകൽ വെളിച്ചം പോലെ വ്യക്തം, ആസ് ക്ലിയർ ആസ് ഡേലൈറ്റ്. നിലവിലുള്ള പ്രതിസന്ധി, ഓൺഗോയിങ് ക്രൈസിസ്. പ്രതിസന്ധി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്രൈസിസ്. ചൂണ്ടിക്കാണിക്കുക, പോയിന്റ് ഔട്ട്. പൊതുശബ്ദം, പബ്ലിക് വോയിസ്. Although it appears as clear as daylight, he is the only public voice to point out the ongoing crisis. പകൽ വെളിച്ചം പോലെ വ്യക്തമാണെങ്കിലും നിലവിലുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം മാത്രമാണ് ഒരു പൊതുശബ്ദം. ഈ വർഷം ഒരു വാർത്താ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. എ കോൺട്രവേഴ്സി ഇറപ്റ്റഡ് ആഫ്റ്റർ എ ന്യൂസ് റിപ്പോർട്ട് എമേർജ്ഡ് ദിസ് ഇയർ. ഈ വർഷം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദിസ് ഇയർ. വാർത്താ റിപ്പോർട്ട്, ന്യൂസ് റിപ്പോർട്ട്. പുറത്തു വരിക, എമേർജ്. പിന്നാലെ, ആഫ്റ്റർ. വിവാദം, കോൺട്രവേഴ്സി. പൊട്ടിപ്പുറപ്പെടുക, ഇറപ്റ്റ്. എ കോൺട്രവേഴ്സി ഇറപ്റ്റഡ് ആഫ്റ്റർ എ ന്യൂസ് റിപ്പോർട്ട് എമേർജ്ഡ് ദിസ് ഇയർ. ഈ വർഷം ഒരു വാർത്താ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. വ്യവസ്ഥയുടെ വിട്ടുമാറാത്ത രോഗങ്ങളോട് പോരാടാൻ അദ്ദേഹം ശ്രമിച്ചു. എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായി അദ്ദേഹം തൻ്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നു. He tried to fight the chronic ills of the system and stayed true to his ideals against all odds. വ്യവസ്ഥ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സിസ്റ്റം. വിട്ടുമാറാത്ത രോഗങ്ങൾ, ക്രോണിക് ഇൽസ്. പോരാടുക, ഫൈറ്റ്. ശ്രമിക്കുക, ട്രൈ. എല്ലാ പ്രതിബന്ധങ്ങളും, ഓൾ ഓഡ്സ്. എതിരായി, എഗനസ്റ്റ്. ആദർശങ്ങൾ, ഐഡിയൽസ്. ഉറച്ചു നിൽക്കുക, സ്റ്റേ ട്രൂ. ഹി ട്രൈ ടു ഫൈറ്റ് ദ ക്രോണിക് ഇൽസ് ഓഫ് ദ സിസ്റ്റം ആൻഡ് സ്റ്റേ ട്രൂ ടു ഹിസ് ഐഡിയൽസ് എഗനസ്റ്റ് ഓൾ ഓഡ്സ്. വ്യവസ്ഥകളുടെ വിട്ടുമാറാത്ത രോഗങ്ങളോട് പോരാടാൻ അദ്ദേഹം ശ്രമിച്ചു. എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായി തൻ്റെ ആദർശങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അമിത ലഗേജിന് അവർ ഒന്നെങ്കിൽ കനത്ത പിഴ നൽകണം, അല്ലെങ്കിൽ അവരുടെ ചില സാധനങ്ങൾ അവിടെ ഉപേക്ഷിക്കണം. ഫോർ ദ എക്സസീവ് ലഗേജ് they either have to pay a heavy fine or abandon some of their belongings there. അമിത ലഗേജ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സസീവ് ലഗേജ്. കനത്ത പിഴ, ഹെവി ഫൈൻ. നൽകുക, പേ. അവരുടെ ചില സാധനങ്ങൾ, സം ഓഫ് ദെയർ ബിലോങ്ങിങ്സ്. സാധനങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബിലോങ്ങിങ്സ്. ഉപേക്ഷിക്കുക, അബാൻഡൻ. ഫോർ ദ എക്സസീവ് ലഗേജ് they either have to pay a heavy fine or abandon some of their belongings there. 2 വർഷത്തിലേറെയായി പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
He has been trying to bring the issues to government's attention for more than 2 years. 2 വർഷത്തിലേറെയായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് for more than 2 years. പ്രശ്നങ്ങൾ ഇഷ്യൂസ്, സർക്കാർ ഗവൺമെൻറ്, ശ്രദ്ധയിൽപ്പെടുത്തുക ബ്രിങ് ടു അറ്റൻഷൻ, ശ്രമിക്കുക ട്രൈ. He has been trying to bring the issues to government's attention for more than 2 years. 2 വർഷത്തിലേറെയായി പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ ജനവിധി നൽകി തങ്ങളെ ജനങ്ങൾ വീണ്ടും അനുഗ്രഹിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. They hope that they will be blessed again by the people with a resounding mandate in the forthcoming elections. വരുന്ന എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് forthcoming. തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇൻ ദ ഫോർത്ത് ഇലക്ഷൻസ്. ശക്തമായ ജനവിധി റിസൗണ്ടിങ് മാൻഡേറ്റ്. ജനവിധി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മാൻഡേറ്റ്. ജനങ്ങൾ പീപ്പിൾ. അനുഗ്രഹിക്കുക ബ്ലസ്. വീണ്ടും അനുഗ്രഹിക്കുക ബ്ലസ് അഗെയിൻ. പ്രതീക്ഷിക്കുക ഹോപ്പ്. They hope that they will be blessed again by the people with a resounding mandate in the forthcoming elections. വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ ജനവിധി നൽകി തങ്ങളെ ജനങ്ങൾ വീണ്ടും അനുഗ്രഹിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അയാൾ പാക്ക് ചെയ്ത ബാഗുകൾ അനുവദനീയമായ പരിധിക്കപ്പുറം പോയി. The bags that he packed went beyond the permitted limit. പരിധിക്കപ്പുറം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് beyond the limit. അനുവദനീയമായ പരിധി പെർമിറ്റഡ് ലിമിറ്റ്. The bags that he packed went beyond the permitted limit. അയാൾ പാക്ക് ചെയ്ത ബാഗുകൾ അനുവദനീയമായ പരിധിക്കപ്പുറം പോയി. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി വിയോജിപ്പിൻ്റെയും ജാഗ്രതയുടെയും ഒരേയൊരു ശബ്ദമാണ് അവൾ. For the past few decades, she has been the only voice of dissent and caution. പതിറ്റാണ്ടുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡിക്കേഡ്സ്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി for the past few decades. വിയോജിപ്പ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡിസെൻറ്റ്. ജാഗ്രത കോഷൻ. ഒരേ ഒരു ശബ്ദം only the voice. For the past few decades, she has been the only voice of dissent and caution. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി വിയോജിപ്പിൻ്റെയും ജാഗ്രതയുടെയും ഒരേ ഒരു ശബ്ദമാണ് അവൾ. കാലക്രമേണ പ്രശ്നങ്ങൾ ആരംഭിച്ചു. Problems started as time progressed. കാലക്രമേണ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടൈം പ്രോഗ്രസ്സസ് അല്ലെങ്കിൽ ടൈം പാസസ്. പ്രശ്നങ്ങൾ പ്രോബ്ലംസ്. ആരംഭിക്കുക സ്റ്റാർട്ട്. ആരംഭിച്ചു സ്റ്റാർട്ടഡ്. പ്രോബ്ലം സ്റ്റാർട്ടഡ് ആസ് ടൈം പ്രോഗ്രസ്ഡ്. കാലക്രമേണ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഒരു പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം കൊണ്ടാണ് അദ്ദേഹത്തെ വിവാഹ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. ഹി വാസ് ഇൻവൈറ്റഡ് ടു ദ മാരേജ് ഫംഗ്ഷൻ ഡ്യൂ ടു ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് എ പ്രോമിനൻറ്റ് പേഴ്സൺ. പ്രമുഖ വ്യക്തി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രോമിനൻറ്റ് പേഴ്സൺ. ബന്ധം റിലേഷൻഷിപ്പ്. കൊണ്ടാണ് അല്ലെങ്കിൽ കാരണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡ്യൂ ടു. വിവാഹ ചടങ്ങ് മാരേജ് ഫംഗ്ഷൻ. ക്ഷണിക്കുക ഇൻവൈറ്റ്. ഹി വാസ് ഇൻവൈറ്റഡ് ടു ദ മാരേജ് ഫംഗ്ഷൻ ഡ്യൂ ടു ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് എ പ്രോമിനൻറ്റ് പേഴ്സൺ. ഒരു പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം കൊണ്ടാണ് അദ്ദേഹത്തെ വിവാഹ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. കമ്പനിയുടെ നയങ്ങൾ ലംഘിച്ച ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ മാനേജർ തീരുമാനിച്ചു. The manager decided to take disciplinary action against the employees who violated the company policies. കമ്പനിയുടെ നയങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കമ്പനീസ് പോളിസീസ്. ലംഘിക്കുക വയലേറ്റ്. ജീവനക്കാർ എംപ്ലോയീസ്. അച്ചടക്ക നടപടികൾ ഡിസിപ്ലിനറി ആക്ഷൻസ്. സ്വീകരിക്കുക അല്ലെ കൈക്കൊള്ളുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടേക്ക്. തീരുമാനിക്കുക ഡിസൈഡ്. The manager decided to take disciplinary action against the employees who violated the company policies. കമ്പനിയുടെ നടപടികൾ ലംഘിച്ച ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ മാനേജർ തീരുമാനിച്ചു. പിഴയടയ്ക്കാൻ ഇയാളുടെ പക്കൽ മതിയായ പണമില്ലായിരുന്നു. He didn't have enough money to pay the fine. പിഴ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫൈൻ. അടയ്ക്കുക പേ. പിഴയടയ്ക്കുക പേ ദ ഫൈൻ. മതിയായ ഇനഫ്. പണം മണി. He didn't have enough money to pay the fine. പിഴയടയ്ക്കാൻ ഇയാളുടെ പക്കൽ മതിയായ പണമില്ലായിരുന്നു. സമ്മേളനത്തിൽ ജീവനക്കാരുടെ തെറ്റായ പെരുമാറ്റങ്ങളെ മാനേജ്മെൻറ്റ് അപലപിച്ചു. During the conference, the management condemned the employees' misbehaviors. സമ്മേളനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കോൺഫറൻസ്. സമ്മേളനത്തിൽ ഡ്യൂറിങ് ദ കോൺഫറൻസ്. ജീവനക്കാർ എംപ്ലോയീസ്.
തെറ്റായ പെരുമാറ്റങ്ങൾ, മിസ്ബിഹേവിയേഴ്സ്. അപലപിക്കുക, കണ്ടം. ഡ്യൂറിംഗ് ദ കോൺഫറൻസ് ദ മാനേജ്മെന്റ് കണ്ടംഡ് ദ എംപ്ലോയീസ് മിസ്ബിഹേവിയേഴ്സ്. സമ്മേളനത്തിൽ ജീവനക്കാരുടെ തെറ്റായ പെരുമാറ്റങ്ങളെ മാനേജ്മെന്റ് അപലപിച്ചു. അച്ചടക്ക നടപടിക്ക് സാധാരണയായി പല രൂപങ്ങളുണ്ട്. മുന്നറിയിപ്പ്, പരസ്യമായ വിമർശനം, സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യൽ, ഉദ്യോഗത്തിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്യൽ, പുറത്താക്കൽ എന്നിവയാണവ. ഡിസിപ്ലിനറി ആക്ഷൻ ക്യാൻ യൂഷ്വലി ടേക്ക് മെനി ഫോംസ്. വാർണിംഗ്, പബ്ലിക് സെൻഷർ, റിമൂവൽ ഫ്രം പൊസിഷൻസ്, സസ്പെൻഷൻ ആൻഡ് എക്സ്പൾഷൻ. അച്ചടക്ക നടപടി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡിസിപ്ലിനറി ആക്ഷൻ. സാധാരണയായി, യൂഷ്വലി. പല രൂപങ്ങൾ, മെനി ഫോംസ്. മുന്നറിയിപ്പ്, വാർണിംഗ്. പരസ്യമായ വിമർശനം, പബ്ലിക് സെൻഷർ. സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക, റിമൂവൽ ഫ്രം പൊസിഷൻസ്. സ്ഥാനങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പൊസിഷൻസ്. നീക്കം ചെയ്യുക, റിമൂവ്. ഉദ്യോഗത്തിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്യുക, സസ്പെൻഷൻ. പുറത്താക്കൽ, എക്സ്പൾഷൻ. ഡിസിപ്ലിനറി ആക്ഷൻ ക്യാൻ യൂഷ്വലി ടേക്ക് മെനി ഫോംസ്. വാർണിംഗ്, പബ്ലിക് സെൻഷർ, റിമൂവൽ ഫ്രം പൊസിഷൻസ്, സസ്പെൻഷൻ ആൻഡ് എക്സ്പൾഷൻ. അച്ചടക്ക നടപടിക്ക് സാധാരണയായി പല രൂപങ്ങളുണ്ട്. മുന്നറിയിപ്പ്, പരസ്യമായ വിമർശനം, സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യൽ, ഉദ്യോഗത്തിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്യൽ, പുറത്താക്കൽ എന്നിവയാണ് അവ. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. He wasn't ready to comply with any of the instructions from his superiors. മേലുദ്യോഗസ്ഥർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് superiors. നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ്. പാലിക്കുക, കംപ്ലൈ വിത്ത്. തയ്യാറായില്ല, നോട്ട് റെഡി. ഹി വാസൻറ്റ് റെഡി ടു കംപ്ലൈ വിത്ത് എനി ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഹിസ് സുപ്പീരിയേഴ്സ്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു അനുസ്മരണം ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. എ മെമ്മോറിയൽ പേയിങ് റെസ്പെക്ട് ടു ഹിസ് കോൺട്രിബ്യൂഷൻസ് ഈസ് ഓർഗനൈസ്ഡ് ഓൺ ദ ഓഫീസ് പ്രൊമൈസസ്. സംഭാവനകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കോൺട്രിബ്യൂഷൻസ്. ആദരാഞ്ജലികൾ അർപ്പിക്കുക, പേയിങ് റെസ്പെക്റ്റ്. അനുസ്മരണം, മെമ്മോറിയൽ. ഓഫീസ് പരിസരങ്ങൾ, ഓഫീസ് പ്രൊമൈസസ്. സംഘടിപ്പിക്കുക, ഓർഗനൈസ്. എ മെമ്മോറിയൽ പേയിങ് റെസ്പെക്ട് ടു ഹിസ് കോൺട്രിബ്യൂഷൻസ് ഈസ് ഓർഗനൈസ്ഡ് ഓൺ ദ ഓഫീസ് പ്രൊമൈസസ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു അനുസ്മരണം ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും അവരുടെ വർഷങ്ങളായിട്ടുള്ള അചഞ്ചലമായ പിന്തുണയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ഓൾ മൈ കൊളീഗ്സ് ആൻഡ് ഫ്രണ്ട്സ് ഫോർ ദെയർ അൺവേവറിംഗ് സപ്പോർട്ട് ഓവർ ദ ഇയേഴ്സ്. സഹപ്രവർത്തകർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കൊളീഗ്സ്. സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. വർഷങ്ങളായിട്ടുള്ള, ഓവർ ദ ഇയേഴ്സ്. അചഞ്ചലമായ, അൺവേവറിംഗ്. പിന്തുണ, സപ്പോർട്ട്. അചഞ്ചലമായ പിന്തുണ, അൺവേവറിംഗ് സപ്പോർട്ട്. ഞാൻ നന്ദിയുള്ളവനാണ്, ഐ ആം ഗ്രേറ്റ്ഫുൾ. ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ഓൾ മൈ കൊളീഗ്സ് ആൻഡ് ഫ്രണ്ട്സ് ഫോർ ദെയർ അൺവേവറിംഗ് സപ്പോർട്ട് ഓവർ ദ ഇയേഴ്സ്. എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും അവരുടെ വർഷങ്ങളായിട്ടുള്ള അചഞ്ചലമായ പിന്തുണയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. ഒരു പട്ടണത്തിൽ നടന്ന ചില സംഭവങ്ങൾ അന്വേഷിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചു. He was assigned to investigate some incidents that occurred in a town. പട്ടണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടൗൺ. സംഭവങ്ങൾ, ഇൻസിഡൻസ്. ചില സംഭവങ്ങൾ, സം ഇൻസിഡൻസ്. അന്വേഷിക്കുക, ഇൻവെസ്റ്റിഗേറ്റ്. നിയോഗിക്കുക, അസൈൻ. നിയോഗിച്ചു, അസൈൻഡ്. നടന്ന, ഒക്കേർഡ്. He was assigned to investigate some incidents that occurred in a town. ഒരു പട്ടണത്തിൽ നടന്ന ചില സംഭവങ്ങൾ അന്വേഷിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചു. സംഭവത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തി. ഫോളോയിങ് ദ ഇൻസിഡൻറ്റ് ഹി വാസ് സസ്പെൻഡഡ് ഫ്രം സർവീസ്. സംഭവത്തെ തുടർന്ന് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫോളോയിങ് ദ ഇൻസിഡൻറ്റ്. സംഭവം, ഇൻസിഡൻറ്റ്. തുടർന്ന്, ഫോളോയിങ്. ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സസ്പെൻഡ്. ഫോളോയിങ് ദ ഇൻസിഡൻറ്റ് ഹി വാസ് സസ്പെൻഡഡ് ഫ്രം സർവീസ്. സംഭവത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തി. ജീവനക്കാർ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. The employees joined the celebrations and gave blessings to the newlywed couple. ജീവനക്കാർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എംപ്ലോയീസ്. ആഘോഷങ്ങൾ, സെലിബ്രേഷൻസ്. പങ്കെടുക്കുക, ജോയിൻ. പങ്കെടുത്തു, ജോയിൻഡ്.
നവദമ്പതികൾ ന്യൂലി വെഡ് കപ്പിൾ. ആശംസകൾ ബ്ലെസ്സിങ്സ്. നേരുക അല്ലെങ്കിൽ കൊടുക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗിവ്. ദ എംപ്ലോയീസ് ജോയിൻ ദ സെലിബ്രേഷൻസ് ആൻഡ് ഗേവ് ബ്ലെസ്സിങ്സ് ടു ദ ന്യൂലി വെഡ് കപ്പിൾ. ജീവനക്കാർ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. ചോദ്യം ചെയ്യലിനിടയിലാണ് കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങൾ ഇയാൾ വെളിപ്പെടുത്തിയത്. ഹി അൺറാവൽഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ മർഡർ ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻ. ചോദ്യം ചെയ്യുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇൻട്രോഗേറ്റ്. ചോദ്യം ചെയ്യൽ ഇൻട്രോഗേഷൻ. കൊലപാതകം മർഡർ. വിശദാംശങ്ങൾ ഡീറ്റെയിൽസ്. വെളിപ്പെടുത്തുക അൺറാവൽ. ഹി അൺറാവൽഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ മർഡർ ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻ. ചോദ്യം ചെയ്യലിനിടയിലാണ് കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങൾ ഇയാൾ വെളിപ്പെടുത്തിയത്. ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം അഭിഭാഷകനായി. ഹി ക്വിറ്റ് ഹിസ് ജോബ് ആൻഡ് ടേൺഡ് ഇൻടു എ ലോയർ. ഉപേക്ഷിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ക്വിറ്റ്. ഉപേക്ഷിച്ചു ക്വിറ്റ്. ജോലി ജോബ്. അഭിഭാഷകൻ ലോയർ. അഭിഭാഷകനായി ടേൺ ഇൻടു എ ലോയർ. ഹി ക്വിറ്റ് ഹിസ് ജോബ് ആൻഡ് ടേൺ ഇൻടു എ ലോയർ. ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം അഭിഭാഷകനായി. യുവജനോത്സവങ്ങൾ മത്സര വൈദഗ്ധ്യത്തിൻ്റെയും മത്സരങ്ങളുടെയും പര്യായങ്ങളായി മാറിയിരിക്കുന്നു. Youth festivals have become synonyms for the display of competing skills and competitions. യുവജനോത്സവങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂത്ത് ഫെസ്റ്റിവൽസ്. മത്സര വൈദഗ്ധ്യം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കോമ്പറ്റിംഗ് സ്കിൽസ്. മത്സരങ്ങൾ കോമ്പറ്റീഷൻസ്. പര്യായങ്ങൾ സിനിനിംസ്. മാറുക ബിക്കം. യൂത്ത് ഫെസ്റ്റിവൽസ് ഹാവ് ബിക്കം സിനിനിംസ് ഫോർ ദ ഡിസ്പ്ലേ ഓഫ് കോമ്പറ്റിംഗ് സ്കിൽസ് ആൻഡ് കോമ്പറ്റീഷൻസ്. യുവജനോത്സവങ്ങൾ മത്സര വൈദഗ്ധ്യത്തിൻ്റെയും മത്സരങ്ങളുടെയും പര്യായങ്ങളായി മാറിയിരിക്കുന്നു. ഉദ്യോഗജനകമായ ഒരു പോലീസ് കേസിനെ ചുറ്റിപ്പറ്റിയുള്ള ഗൂഢാലോചനയും നിഗൂഢതയും അനാവരണം ചെയ്യുന്നതാണ് കഥ. ദ സ്റ്റോറി അൺവെയിൽസ് ദ ഇൻട്രീഗ് ആൻഡ് മിസ്റ്ററി സറൗണ്ടിങ് എ സെൻസേഷണൽ പോലീസ് കേസ്. ഉദ്യോഗജനകമായ അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ അല്ലെങ്കിൽ ആശ്ചര്യകരമായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സെൻസേഷണൽ. ചുറ്റിപ്പറ്റിയുള്ള സറൗണ്ടിങ്. ഗൂഢാലോചന ഇൻട്രീഗ്. നിഗൂഢത മിസ്റ്ററി. അനാവരണം ചെയ്യുക അൺവെയിൽ. കഥ സ്റ്റോറി. ദ സ്റ്റോറി അൺവെയിൽസ് ദ ഇൻട്രീഗ് ആൻഡ് മിസ്റ്ററി സറൗണ്ടിങ് എ സെൻസേഷണൽ പോലീസ് കേസ്. ഉദ്യോഗജനകമായ ഒരു പോലീസ് കേസിനെ ചുറ്റിപ്പറ്റിയുള്ള ഗൂഢാലോചനയും നിഗൂഢതയും അനാവരണം ചെയ്യുന്നതാണ് കഥ. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുകയായിരുന്ന സ്ത്രീയെ അമിത വേഗതയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. എ വുമൺ വാസ് ഹിറ്റ് ബൈ എ സ്പീഡിംഗ് കാർ while on her way to a supermarket. അമിത വേഗതയിൽ സ്പീഡിംഗ്. ഇടിക്കുക ഹിറ്റ്. എ വുമൺ വാസ് ഹിറ്റ് ബൈ എ സ്പീഡിംഗ് കാർ while on her way to a supermarket. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുകയായിരുന്ന സ്ത്രീയെ അമിത വേഗതയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. പരിശീലനത്തിനിടെ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത്. The attack occurred due to a conflict between two groups during training. പരിശീലനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്രെയിനിങ്. സംഘങ്ങൾ ഗ്രൂപ്പ്സ്. സംഘങ്ങൾ തമ്മിലുള്ള ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. സംഘർഷം കോൺഫ്ലിക്റ്റ്. കാരണം ഡ്യൂ ടു. ഉണ്ടാകുക ഒക്കർ. ആക്രമണം അറ്റാക്ക്. ദി അറ്റാക്ക് ഒക്കേർഡ് ഡ്യൂ ടു എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ് ഡ്യൂറിങ് ട്രെയിനിങ്. പരിശീലനത്തിനിടെ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത്. വിവിധ പദ്ധതികൾ നടപ്പാക്കാനെന്ന വ്യാജേന കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ 10 കോടി രൂപയാണ് ചെലവഴിച്ചത്. 10 crores have been spent over the last 2 decades under the pretext of implementing various projects. വിവിധ പദ്ധതികൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വേരിയസ് പ്രോജക്ട്സ്. നടപ്പാക്കുക ഇംപ്ലിമെൻറ്റ്. വ്യാജേന പ്രീടെക്സ്റ്റ്. 2 പതിറ്റാണ്ട് 2 decades. ചെലവഴിക്കുക സ്പെൻറ്റ്. 10 crores have been spent over the last 2 decades under the pretext of implementing various projects. വിവിധ പദ്ധതികൾ നടപ്പാക്കാനെന്ന വ്യാജേന കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ 10 കോടി രൂപയാണ് ചെലവഴിച്ചത്. അവരുടെ പ്രതിമകളും ഫോട്ടോഗ്രാഫുകളും സ്ഥാപിക്കാൻ ഒരു പ്രത്യേക മുറിയുണ്ടാകും. There will be a separate room where their statues and photographs will be installed. പ്രതിമകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റാച്യൂസ്. ഫോട്ടോഗ്രാഫുകൾ ഫോട്ടോഗ്രാഫ്സ്. സ്ഥാപിക്കുക ഇൻസ്റ്റോൾ. ഒരു പ്രത്യേക മുറി എ സെപ്പറേറ്റ് റൂം.
There will be a separate room where their statues and photographs will be installed. അവരുടെ പ്രതിമകളും ഫോട്ടോഗ്രാഫുകളും സ്ഥാപിക്കാൻ ഒരു പ്രത്യേക മുറിയുണ്ടാകും. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് picked up a man who was found under suspicious circumstances. സംശയാസ്പദമായ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സസ്പീഷ്യസ്. സാഹചര്യങ്ങൾ സർക്കംസ്റ്റാൻസസ്. കണ്ടെത്തുക ഫൈൻഡ്. കസ്റ്റഡിയിലെടുക്കുക അല്ലെങ്കിൽ എടുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പിക്കപ്പ്. പോലീസ് picked up a man who was found under suspicious circumstances. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉദ്യോഗജനവും അന്വേഷണാത്മക ഘടകങ്ങളും കേന്ദ്രീകരിക്കുന്നതാണ് കഥ. The story focuses on suspense and investigative elements. ഉദ്യോഗജനമായ സസ്പെൻസ്, അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ, ഘടകങ്ങൾ എലമെൻറ്റ്സ്, അന്വേഷണാത്മക ഘടകങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് എലമെൻറ്റ്സ്, കേന്ദ്രീകരിക്കുക ഫോക്കസ്, കഥ സ്റ്റോറി. The story focuses on suspense and investigative elements. ഉദ്യോഗജനവും അന്വേഷണാത്മക ഘടകങ്ങളും കേന്ദ്രീകരിക്കുന്നതാണ് കഥ. അവരെ വേർപെടുത്തിയ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവും വംശീയവുമായ മതിലുകളെ അകറ്റി നിർത്തുന്നതിനാണ് അത്തരം പരിപാടികൾ. Such events are meant to remove the geographical, cultural, social, economic and racial walls that have drifted them apart. വേർപെടുത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡ്രിഫ്റ്റ് അപ്പാർട്ട്. അവരെ വേർപെടുത്തിയ ഡ്രിഫ്റ്റഡ് ദം അപ്പാർട്ട്. ഭൂമിശാസ്ത്രപരമായ ജിയോഗ്രഫിക്കൽ, സാംസ്കാരികമായ കൾച്ചറൽ, സാമൂഹികമായ സോഷ്യൽ, സാമ്പത്തികമായ ഇക്കണോമിക്, വംശീയമായ റേഷ്യൽ, മതിലുകൾ വാൾസ്. മാറ്റുക റിമൂവ്. ഇവൻറ്റ്സ് പരിപാടികൾ, അത്തരം പരിപാടികൾ സച്ച് ഇവൻറ്റ്സ്. Such events are meant to remove the geographical, cultural, social, economic and racial walls that drifted them apart. അവരെ വേർപെടുത്തിയ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവും വംശീയവുമായ മതിലുകളെ അകറ്റി നിർത്തുന്നതിനാണ് അത്തരം പരിപാടികൾ. മരണം വരെ അദ്ദേഹം പൊതുരംഗത്ത് സജീവമായിരുന്നു. He remained active in the public sphere until his death. മരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡെത്ത്. മരണം വരെ അണ്ടിൽ ഡെത്ത്. പൊതുരംഗം പബ്ലിക് സ്പിയർ, സജീവം ആക്റ്റീവ്. ഹി റിമൈൻഡ് ആക്റ്റീവ് ഇൻ ദ പബ്ലിക് സ്പിയർ അണ്ടിൽ ഹിസ് ഡെത്ത്. മരണം വരെ അദ്ദേഹം പൊതുരംഗത്ത് സജീവമായിരുന്നു. ജീവിതത്തിലെ പലവിധ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തും കഠിനമായി പഠിച്ചുമാണ് ഞങ്ങൾ ഇന്നത്തെ നിലയിലെത്തിയത്. വി റീച്ച്ഡ് വെയർ വി ആർ ടുഡേ ബൈ ഓവർകമ്മിങ് വേരിയസ് ഹേർഡിൽസ് ഇൻ ലൈഫ് ആൻഡ് സ്റ്റഡിങ് ഹാർഡ്. ജീവിതം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലൈഫ്. പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹേർഡിൽസ്. പലവിധ പ്രതിബന്ധങ്ങൾ വേരിയസ് ഹേർഡിൽസ്. തരണം ചെയ്യുക ഓവർകം. പഠിക്കുക സ്റ്റഡി, കഠിനമായി പഠിക്കുക സ്റ്റഡിങ് ഹാർഡ്. എത്തുക റീച്ച്. വി റീച്ച്ഡ് വെയർ വി ആർ ടുഡേ ബൈ ഓവർകമ്മിങ് വേരിയസ് ഹേർഡിൽസ് ഇൻ ലൈഫ് ആൻഡ് സ്റ്റഡിങ് ഹാർഡ്. ജീവിതത്തിലെ പലവിധ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തും കഠിനമായി പഠിച്ചുമാണ് ഞങ്ങൾ ഇന്നത്തെ നിലയിലെത്തിയത്. സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള അവളുടെ അശ്രാന്ത പരിശ്രമം ആളുകളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തി. ഹെർ റിലൻലെസ് പർസ്യൂട്ട് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ക്രിയേറ്റഡ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾസ് ലൈഫ്സ്. സാമൂഹികമായ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സോഷ്യൽ. നീതി ജസ്റ്റിസ്, സാമൂഹിക നീതി സോഷ്യൽ ജസ്റ്റിസ്. അശ്രാന്തമായ അല്ലെങ്കിൽ മുടക്കമില്ലാതെ അല്ലെങ്കിൽ ശമനമില്ലാതെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിലൻലെസ്. പരിശ്രമം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പർസ്യൂട്ട്. അശ്രാന്ത പരിശ്രമം റിലൻലെസ് പർസ്യൂട്ട്. ആളുകളുടെ ജീവിതത്തിൽ പീപ്പിൾസ് ലൈഫ്സ്. സ്വാധീനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇമ്പാക്റ്റ്. നല്ല സ്വാധീനം പോസിറ്റീവ് ഇമ്പാക്റ്റ്. ഹെർ റിലൻലെസ് പർസ്യൂട്ട് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ക്രിയേറ്റഡ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾസ് ലൈഫ്സ്. സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള അവളുടെ അശ്രാന്ത പരിശ്രമം ആളുകളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തി. ഈ പ്രദർശനം നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ഷോപ്പീസ് ഇവൻറ്റുകളിൽ ഒന്നാണ്. ദിസ് എക്സിബിഷൻ ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഷോപ്പീസ് ഇവൻറ്റ്സ് ഓഫ് അവർ ടൈം. പ്രദർശനം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സിബിഷൻ. വലിയ ബിഗസ്റ്റ്. അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ വളരെ നല്ല ഉദാഹരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഷോപ്പീസ്. This exhibition is one of the biggest showpiece events of our time.
ഈ പ്രദർശനം നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ഷോപ്പീസ് ഇവൻറ്റുകളിൽ ഒന്നാണ്. ഇമെയിൽ, മൊബൈൽ ഫോണുകൾ, കൊറിയർ സേവനങ്ങൾ തുടങ്ങിയതോടെ ആളുകൾ തപാൽ ഓഫീസിനെ ഇഷ്ടപ്പെടുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യാതായി. വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇമെയിൽ, മൊബൈൽ ഫോൺസ് ആൻഡ് കൊറിയർ സർവീസസ്, ദ പോസ്റ്റ് ഓഫീസ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ഫേവർ. സേവനങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സർവീസസ്. ആരംഭം അല്ലെങ്കിൽ തുടങ്ങൽ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇൻട്രൊഡക്ഷൻ. ആളുകൾ, പീപ്പിൾ. തപാൽ ഓഫീസ്, പോസ്റ്റ് ഓഫീസ്. ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയോ ചെയ്യാതാകുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഔട്ട് ഓഫ് ഫേവർ. വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇമെയിൽ, മൊബൈൽ ഫോൺസ് ആൻഡ് കൊറിയർ സർവീസസ്, ദ പോസ്റ്റ് ഓഫീസ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ഫേവർ. ഇമെയിൽ, മൊബൈൽ ഫോണുകൾ, കൊറിയർ സേവനങ്ങൾ തുടങ്ങിയതോടെ ആളുകൾ തപാൽ ഓഫീസിനെ ഇഷ്ടപ്പെടുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യാതായി. സ്വതന്ത്രമായ സംസാരത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള പൗരന്മാരുടെ അവകാശങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിശാലമായ അധികാരങ്ങളാണവ. These are broad powers that impede citizens' rights to free speech and expression. സ്വതന്ത്രമായ സംസാരം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രീ സ്പീച്ച്. അഭിപ്രായ പ്രകടനം, എക്സ്പ്രഷൻ. പൗരന്മാർ, സിറ്റിസൺസ്. അവകാശങ്ങൾ, റൈറ്റ്സ്. തടസ്സപ്പെടുത്തുക, ഇംപീഡ്. വിശാലമായ അധികാരങ്ങൾ, ബ്രോഡ് പവേഴ്സ്. These are broad powers that impede citizens' rights to free speech and expression. സ്വതന്ത്രമായ സംസാരത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള പൗരന്മാരുടെ അവകാശങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിശാലമായ അധികാരങ്ങളാണവ. ഇവരുടെ മൊബൈൽ ഫോണുകളും ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനവും പോലീസ് പിടിച്ചെടുത്തു. The police confiscated their mobile phones and the vehicle they were using. ഉപയോഗിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂസ്. പിടിച്ചെടുക്കുക, കോൺഫിസ്കേറ്റ്. The police confiscated their mobile phones and the vehicle they were using. ഇവരുടെ മൊബൈൽ ഫോണുകളും ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനവും പോലീസ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത്. The college was closed indefinitely due to conflict between student organizations. വിദ്യാർത്ഥി സംഘടനകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ്. സംഘർഷം, കോൺഫ്ലിക്റ്റ്. അടയ്ക്കുക, ക്ലോസ്. അനിശ്ചിതകാലത്തേക്ക്, ഇൻഡെഫിനിറ്റ്ലി. The college was closed indefinitely due to conflict between student organizations. വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത്. ഓഫീസ് പരിസരത്ത് കുറച്ച് ദിവസത്തേക്ക് പോലീസ് സാന്നിധ്യമുണ്ടാകും. There will be a police presence on the office premises for a few days. ഓഫീസ് പരിസരം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഓഫീസ് പ്രൊമൈസ്. കുറച്ച് ദിവസത്തേക്ക്, ഫോർ എ ഫ്യൂ ഡേയ്സ്. പോലീസ് സാന്നിധ്യം, പോലീസ് പ്രസൻസ്. ദർ വിൽ ബി എ പോലീസ് പ്രസൻസ് ഓൺ ദ ഓഫീസ് പ്രൊമൈസസ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ഓഫീസ് പരിസരത്ത് കുറച്ച് ദിവസത്തേക്ക് പോലീസ് സാന്നിധ്യം ഉണ്ടാകും. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഒരു ജീവനക്കാരന് മർദ്ദനമേറ്റതോടെ സ്ഥിതിഗതികൾ വഷളായി. The situation escalated as an employee was beaten in the wee hours of the last Sunday. കഴിഞ്ഞ ഞായറാഴ്ച എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലാസ്റ്റ് സൺഡേ. പുലർച്ചെ, ഇൻ ദ വി അവേഴ്സ്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ, ഇൻ ദ വി അവേഴ്സ് ഓഫ് ദ ലാസ്റ്റ് സൺഡേ. ജീവനക്കാരൻ, എംപ്ലോയി. മർദ്ദിക്കുക, ബീറ്റ്. സ്ഥിതിഗതികൾ, സിറ്റുവേഷൻ. വഷളാകുക, എസ്കലേറ്റ്. The situation escalated as an employee was beaten in the wee hours of the last Sunday. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഒരു ജീവനക്കാരന് മർദ്ദനമേറ്റതോടെ സ്ഥിതിഗതികൾ വഷളായി. തെറ്റായ നടപടികളുമായി സഹകരിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ മാനസിക പീഡനത്തിന് വിധേയനായിട്ടുണ്ട്. He has been subjected to mental torture for refusing to cooperate with the wrongdoing. തെറ്റായ നടപടികൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് wrong doing. സഹകരിക്കുക, കോഓപ്പറേറ്റ്. വിസമ്മതിക്കുക, റെഫ്യൂസ്. മാനസിക പീഡനം, മെൻ്റൽ ടോർച്ചർ. വിധേയനാകുക, സബ്ജക്റ്റ് ടു. ഹി ഹാസ് ബീൻ സബ്ജക്റ്റ് ടു മെൻ്റൽ ടോർച്ചർ ഫോർ റിഫ്യൂസിംഗ് ടു കോഓപ്പറേറ്റ് വിത്ത് ദ റോങ് ഡൂയിങ്. തെറ്റായ നടപടികളുമായി സഹകരിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ മാനസിക പീഡനത്തിന് വിധേയനായിട്ടുണ്ട്. തടിമില്ലിൽ വൻ തീപിടുത്തമുണ്ടായി. എ മേജർ ഫയർ ബ്രോക്ക് ഔട്ട് അറ്റ് ദ ടിംബർ മിൽ. തടിമിൽ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടിംബർ മിൽ. വൻ തീപിടുത്തം, മേജർ ഫയർ. എ മേജർ ഫയർ ബ്രോക്ക് ഔട്ട് അറ്റ് ദ ടിംബർ മിൽ. തടിമില്ലിൽ വൻ തീപിടുത്തമുണ്ടായി. മൊബൈൽ കേടായതിനെ തുടർന്ന് അവൻ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു. ഹി അബാൻഡൻഡ് ഹിസ് മൊബൈൽ ഫോൺ ഡ്യൂ ടു ദ ഡിവൈസ് മാൽഫങ്ഷനിങ്.
കേടാകുക അല്ലെങ്കിൽ തകരാറിലാകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മാൽ ഫങ്ഷനിങ്. തുടർന്ന് അല്ലെങ്കിൽ കാരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡ്യൂ ടു. ഉപേക്ഷിക്കുക, അബാൻഡൻ. ഹി അബാൻഡൻ ഹിസ് മൊബൈൽ ഫോൺ ഡ്യൂ ടു ദ ഡിവൈസ് മാൽ ഫങ്ഷനിങ്. മൊബൈൽ തകരാറിലായതിനെ തുടർന്ന് മൊബൈൽ ഫോൺ അവൻ ഉപേക്ഷിച്ചു. 2 വാഹനങ്ങൾ കത്തി നശിച്ചു. 1 മണിക്കൂറിനുള്ളിൽ തീ പൂർണ്ണമായും അണച്ചു. 2 vehicles were burned down in the fire and the flames were completely extinguished within an hour. കത്തി നശിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബേൺ ഡൗൺ ഇൻ ദ ഫയർ. 1 മണിക്കൂറിനുള്ളിൽ, വിതിൻ ആൻ അവർ. തീ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫ്ലെയിംസ്. പൂർണ്ണമായും, കംപ്ലീറ്റ്ലി. അണയ്ക്കുക, എക്സ്റ്റിങ്ക്വിഷ്. 2 vehicles were burned down in the fire and the flames were completely extinguished within an hour. 2 വാഹനങ്ങൾ കത്തി നശിച്ചു. 1 മണിക്കൂറിനുള്ളിൽ തീ പൂർണ്ണമായും അണച്ചു. കത്തുകൾ അയക്കുക, അയൽക്കാരെ അഭിവാദ്യം ചെയ്യുക എന്നിവയെല്ലാം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. മെയിലിംഗ് ലെറ്റേഴ്സ്, ഗ്രീറ്റിംഗ് നെയ്ബേഴ്സ് ആർ ഓൾ പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്. കത്തുകൾ അയക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മെയിൽ ലെറ്റേഴ്സ്. അഭിവാദ്യം ചെയ്യുക, ഗ്രീറ്റ്. അയൽക്കാർ, നെയ്ബേഴ്സ്. ദൈനംദിന ജീവിതം, ഡെയിലി ലൈഫ്. ഭാഗം, പാർട്ട്. മെയിലിംഗ് ലെറ്റേഴ്സ്, ഗ്രീറ്റിംഗ് നെയ്ബേഴ്സ് ആർ ഓൾ പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്. കത്തുകൾ അയക്കുക, അയൽക്കാരെ അഭിവാദ്യം ചെയ്യുക എന്നിവയെല്ലാം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. നിരവധി പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുകയും സാമൂഹിക പുരോഗതിക്കായി പ്രവർത്തിക്കുകയും ചെയ്തു. ഓവർകമ്മിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ്, ഹി അച്ചീവ്ഡ് എ ലോട്ട് ആൻഡ് വർക്ക് ഫോർ സൊസൈറ്റൽ ബെറ്റർമെൻറ്റ്. നിരവധി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ന്യൂമറസ്. പ്രതിബന്ധങ്ങൾ, ഒബ്സ്റ്റക്കിൾസ്. അതിജീവിക്കുക, ഓവർകം. കൈവരിക്കുക, അച്ചീവ്. പ്രവർത്തിക്കുക, വർക്ക്. സാമൂഹിക പുരോഗതി, സൊസൈറ്റൽ ബെറ്റർമെൻറ്റ്. പുരോഗതി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബെറ്റർമെൻറ്റ്. ഓവർകമ്മിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ്, ഹി അച്ചീവ്ഡ് എ ലോട്ട് ആൻഡ് വർക്ക് ഫോർ സൊസൈറ്റൽ ബെറ്റർമെൻറ്റ്. ഞായറാഴ്ച രാത്രി നടത്താൻ നിശ്ചയിച്ചിരുന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം അവർ തടഞ്ഞു. They blocked the screening of the documentary that was scheduled for Sunday night. ഞായറാഴ്ച രാത്രി, സൺഡേ നൈറ്റ്. നിശ്ചയിക്കുക, ഷെഡ്യൂൾ. പ്രദർശനം, സ്ക്രീനിംഗ്. തടയുക, ബ്ലോക്ക്. They blocked the screening of the documentary that was scheduled for Sunday night. ഞായറാഴ്ച രാത്രി നടത്താൻ നിശ്ചയിച്ചിരുന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം അവർ തടഞ്ഞു. കൊറിയർ സർവീസ് വഴി കൈമാറുന്ന വസ്തുക്കൾ തടയാനോ തുറക്കാനോ കണ്ടുകെട്ടാനോ അവർ ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നു. They allow officers to intercept, open or confiscate items transmitted by courier service. കൈമാറുന്ന എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രാൻസ്മിറ്റ്. വസ്തുക്കൾ, ഐറ്റംസ്. തടയുക, ഇന്റർസെപ്റ്റ്. തുറക്കുക, ഓപ്പൺ. കണ്ടുകെട്ടുക, കോൺഫിസ്കേറ്റ്. ഉദ്യോഗസ്ഥർ, ഓഫീസേഴ്സ്. അനുവദിക്കുക, അലൗ. They allow officers to intercept, open or confiscate items transmitted by courier service. കൊറിയർ സർവീസ് വഴി കൈമാറുന്ന വസ്തുക്കൾ തടയാനോ തുറക്കാനോ കണ്ടുകെട്ടാനോ അവർ ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നു. അന്വേഷണത്തിനിടെ പോലീസിൻ്റെ ഓരോ നീക്കങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ പ്രതിക്ക് ലഭ്യമായിരുന്നു. The accused had access to precise details of the police every move during the investigation. അന്വേഷണത്തിനിടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡ്യൂറിങ് ദ ഇൻവെസ്റ്റിഗേഷൻ. പോലീസിൻ്റെ ഓരോ നീക്കങ്ങളുടെയും, പോലീസ് എവ്രി മൂവ്. കൃത്യമായ, പ്രിസൈസ്. വിവരങ്ങൾ, ഡീറ്റെയിൽസ്. കൃത്യമായ വിവരങ്ങൾ, പ്രിസൈസ് ഡീറ്റെയിൽസ്. പ്രതി, അക്യൂസ്ഡ്. The accused had access to precise details of the police every move during the investigation. അന്വേഷണത്തിനിടെ പോലീസിൻ്റെ ഓരോ നീക്കങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ പ്രതിക്ക് ലഭ്യമായിരുന്നു. തപാൽ നൽകുന്ന സേവനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. They want to reinvigorate the postal service by widening the range of services it renders. നൽകുന്ന എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റെൻഡർ. സേവനങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സർവീസസ്. വ്യാപ്തി വർദ്ധിപ്പിക്കുക, വൈഡനിങ് ദ റേഞ്ച്. പുനരുജ്ജീവിപ്പിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റീഇൻവിഗറേറ്റ്. ആഗ്രഹിക്കുക, വാണ്ട്. They want to reinvigorate the postal service by widening the range of services it renders. തപാൽ നൽകുന്ന സേവനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു.
പൊതുപരിപാടികളിൽ രാഷ്ട്രീയക്കാർക്കെതിരെ അദ്ദേഹം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി. ഹി മെയ്ഡ് ഡിഫമേറ്ററി റിമാർക്സ് അഗൈൻസ്റ്റ് പൊളിറ്റീഷ്യൻസ് അറ്റ് പബ്ലിക് ഫങ്ഷൻസ്. പൊതുപരിപാടികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പബ്ലിക് ഫങ്ഷൻസ്. രാഷ്ട്രീയക്കാർക്കെതിരെ അഗൈൻസ്റ്റ് പൊളിറ്റീഷ്യൻസ്, അപകീർത്തികരമായ ഡിഫമേറ്ററി പരാമർശങ്ങൾ റിമാർക്സ്, നടത്തുക മേക്ക്. ഹി മെയ്ഡ് ഡിഫമേറ്ററി റിമാർക്സ് അഗൈൻസ്റ്റ് പൊളിറ്റീഷ്യൻസ് അറ്റ് പബ്ലിക് ഫങ്ഷൻസ്. പൊതുപരിപാടികളിൽ രാഷ്ട്രീയക്കാർക്കെതിരെ അദ്ദേഹം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി. നമ്മളിതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.